ഹലോ ഗൈസ്, എന്റെ ഹെയർ എക്സ്റ്റൻഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷന്റെ പേര് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഹെയർ എക്സ്റ്റൻഷന്റെ പേര് ആഫ്രോ കേൾസ് എന്നാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ 20 to 30 ഡേയ്സ് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷനൊക്കെ നല്ല രീതിയിൽ കേടായി പോകും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ബ്രേഡ്സ് ചെയ്യുന്നുണ്ടല്ലോ, ബ്രേഡ്സ് ചെയ്തിട്ടാണ് നമ്മുടെ നാച്ചുറൽ ഹെയർ വെച്ചിട്ട് ബ്രേഡ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രേഡ്സ് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേഡ്സ് ഡ്രൈ ആവില്ല, അതായത് നമുക്ക് ഹെയർ ഡ്രൈ ആക്കാൻ പറ്റില്ല. ബ്രേഡ്സ് എപ്പോഴും നനഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് വരും. അപ്പോൾ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷന്റെ മെയിൻ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല. ഹെയർ വാഷ് ചെയ്താൽ നല്ല രീതിയിൽ ഡാൻഡ്രഫ് വരും ഗൈസ്. ഡാൻഡ്രഫ് മാത്രമല്ല, നമ്മുടെ ഹെയർ, അതായത് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡാമേജ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഡേയ്സ്, ഒരു 3 to 4 ഡേയ്സ് നല്ല ഹെഡേക്ക് ആയിരിക്കും. കാരണം നമ്മൾ ഹെയർ ഫുള്ള് ടൈറ്റ് ആയിട്ട് വെച്ചേക്കാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെഡേക്ക് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 3 to 4 ഡേയ്സ് നമ്മൾ എന്തായാലും പെയിൻ കില്ലേഴ്സ് കഴിക്കണം. പിന്നെ ഒരു 5ാമത്തെ ദിവസം തുടങ്ങി ഈ ബ്രേഡ്സ് ഒക്കെ ഒന്ന് ലൂസ് ആയി തുടങ്ങും. അപ്പോൾ ലൂസ് ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിൻ കുറവായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 4 ഡേയ്സ് ഇത്തിരി കഷ്ടപ്പാടാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 1 വീക്ക് ആണെങ്കിലും 2 വീക്സ് ആണെങ്കിലും ഈ ഒരു ഹെയർ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാവും. കാരണം നമ്മുടെ ഈ ഒരു ഹെയർ ഫുൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്തും നമ്മളിങ്ങനെ തല മൂവ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ ബേബി ഹെയർ, പിന്നെ ചില ഹെയറുകൾ ഇങ്ങനെ ബ്രേക്ക് ആവും. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പൊ നമ്മളത് അറിയില്ല, നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്താണ് എന്തോരം ഹെയർ ഫോൾ ആണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ ആ ഒരു ഹെയർ ഫോൾ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പേടിച്ചു പോകും. ഞാൻ എന്തായാലും എന്റെ ഒരു ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും ഞാനൊരു വീഡിയോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും എത്രത്തോളം ഹെയർ ലോസ് വരും ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ന്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ്. ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ ബേസിക് കോസ്റ്റ് വരുന്നത് 1000 ദിർഹമാണ്. പിന്നെ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷന്റെ ക്വാളിറ്റി, അതായത് നമ്മൾ ഈ ഒരു ഹെയറിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഹെയറിന്റെ വോള്യം, നമ്മൾ എത്രത്തോളം വോള്യം ആഡ് ചെയ്യുന്നു അത്രത്തോളം പ്രൈസും കൂടിക്കൊണ്ടിരിക്കും. ബേസിക് പ്രൈസ് വരുന്നത് 1000 ആണ്. 1000, 1500, 2000, 2500 വരെയൊക്കെ പോവാം. നല്ലൊരു ക്വാളിറ്റി ഹെയർ വിത്ത് ഹെവി വോള്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ